കുറച്ചധികം നാളുകളായി സ്റ്റേജ് ഷോകളിലെയും മിനി സ്ക്രീനിലെയും ബിഗ് സ്ക്രീനിലെയും ഒക്കെ സജീവ സാന്നിധ്യമായ ഒരു മുഖമുണ്ട്. തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരെ ഇന്നും ചിരിപ്പിക്കുന്ന ശിവമുരളിയാണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥി. നമസ്കാരം. നമസ്കാരം. ഈ അനുകരിക്കാൻ അല്ലെങ്കിൽ ഈ പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് അത് ഒട്ടും ചെറുതല്ല. കാരണം നമ്മളെ കാണുന്നവർ ചിരിക്കണം, നമ്മൾ പറയുന്ന കോമഡികൾ അത് മറ്റുള്ളവർക്ക് ചിരി പടർത്തണം. ആ ഒരു ഇതിലേക്ക് തനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ മുമ്പ് ഈ സി ന്യൂസിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ കാരണമാണ് മുമ്പിലോട്ട് പ്രേരണയായിട്ട് വന്നത്. കാരണം സ്കൂളിൽ നന്നായിട്ട് പാട്ട് പാടുന്ന എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചർമാർക്കെല്ലാം. അപ്പോൾ ഞാൻ സാധാരണ ഒരു കോളനിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വലുതായിട്ട് കലാപരമായിട്ടൊന്നും വളർന്നു വരാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പ്രകാശ് നന്നായിട്ട് പാട്ട് പാടും. പക്ഷേ ടീച്ചർക്കും എല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ അവനെ അനുകരിച്ച് പാട്ട് പഠിക്കാൻ ശ്രമിച്ച് അത് പൊളിഞ്ഞു. പിന്നെ അവിടെ നിന്നാണ് മാറി മിമിക്രി തുടങ്ങിയ സമയത്ത് മിമിക്രി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചർമാർക്കും പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന വെച്ചിട്ടാണ് മിമിക്രി സ്വന്തമായിട്ട് പഠിച്ച് തുടങ്ങി വന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ പോലെയും അല്ല, കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ഉള്ളൊരു കാലമല്ലായിരുന്നു. കാരണം ഈ ടെലിവിഷനിലൊക്കെ ഈ ഒരു കോമഡി ഇങ്ങനെ ഷോകളായി വരുന്നതിന് മുൻപ് ഈ സ്റ്റേജ് ഷോകളല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നു? ഒരുപാട് കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ലേ? അല്ല, ശരിക്കും പറഞ്ഞാൽ അന്ന് കോമ്പറ്റീഷനൊന്നും തുടങ്ങിയില്ല. തിരുവനന്തപുരത്തൊക്കെ മിമിക്രി ട്രൂപ്പില്ല. വളരെ വിരളമായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് അവിടെ കുറച്ച് ആർട്ടിസ്റ്റുകൾ മിമിക്രി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കലാഭവൻ്റെയൊക്കെ മിമിക്രി എന്ന് കേട്ടിട്ടുണ്ട്, കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് ജൂനിയർ ആലിമോൾ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് അവരൊരു ടീം തുടങ്ങി, 3 മൂട്ടകളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ചെറുപ്പത്തിൽ കൊച്ചിലെ അത് കാണാൻ പോകും. അപ്പോൾ അവരിൽ നിന്നൊരു പ്രേരണ കൊണ്ടാണ് പിന്നീട് മിമിക്രി ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുക എന്ന് എനിക്ക് തോന്നിയത്. അന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചാൻസ് ചോദിച്ചു പോകും. അന്ന് ഇറങ്ങുന്ന കാസറ്റുകളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് കേട്ട് പഠിച്ചാണ്, അതിൽ നിന്ന് കോപ്പി അടിച്ച് പഠിച്ചാണ് മിമിക്രി തുടങ്ങുന്നത്. കാരണം അതൊന്നും എഴുതാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അപ്പോൾ കാസറ്റ് വരുന്ന സ്കിറ്റുകളൊക്കെ എഴുതിയെടുത്ത് കൂട്ടുകാരെ പഠിപ്പിച്ച് അത് ഓരോ അമ്പലങ്ങളിൽ പോയി ക്ലബ്ബുകളിൽ പോയി ചാൻസ് ചോദിച്ചാണ് മിമിക്രി അങ്ങനെ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ഞാൻ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ആവുന്ന സമയത്തൊക്കെയാണ് ശരിക്കും മിമിക്രി ട്രൂപ്പുകളും മിമിക്രിക്കാരൊക്കെ ഒരുപാട് സജീവമാവുന്നതും ചാനലൊക്കെ വന്നു തുടങ്ങിയതും. ഇപ്പം പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് കയറാനുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടംപോലെ. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മിമിക്രിയിൽ കയറി വന്നത്. അതെ, ഈ തുടങ്ങിയ സമയത്ത് അപ്പോൾ എന്ത് അനുകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്? ആരെങ്കിലും അനുകരിച്ചാണോ അതോ സ്വന്തമായിട്ട് മിമിക്രി ചെയ്തുകൊണ്ടാണോ? എങ്ങനെയാണ് തുടങ്ങുന്നത്? അന്ന് മിമിക്രിയിൽ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ സിനിമാടന്മാർ അനുകരിക്കുന്നതാണ്. തുടക്കം നമ്മൾ ആദ്യം ഭൂമി ഉണ്ടാകുന്നത്, കാക്ക കരുതുന്നത്, സുപ്രഭാതം, ഇതൊക്കെയാണല്ലോ മിമിക്രി. അതിനൊക്കെ ഭയങ്കര കേടിയാണ് ആ കാലത്ത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് താരങ്ങൾ അനുകരിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അന്ന് ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ അങ്ങനെയുള്ള കുറേ കോമഡി താരങ്ങളുടെ ശബ്ദം അനുകരിച്ചാണ് ഞാൻ മിമിക്രിയിൽ ഒന്ന് പിടിച്ചു കയറി വന്നത്. ഇതിൽ ഏത് പെർഫോമൻസിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി ലഭിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ ഇതാണ് ബെറ്റർ അന്നത്തെ കാലത്ത് തോന്നിയിരുന്ന ഒരു എന്തായിരുന്നു? ആരെ അനുകരിച്ചപ്പോഴാണ്? അതന്ന് ഞാൻ അനുകരിച്ചതെന്ന് പറഞ്ഞാൽ ജഗതി ശ്രീകുമാർ ഏട്ടൻ അന്ന് വളരെ ഹിറ്റ് താരമാണ്. മലയാള സിനിമയിലെ മുടിചൂട മനാണ്, ഹാസ്യ സാമ്രാട്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ ഒന്ന് അനുകരിക്കാവോ? തീർച്ചയായിട്ടും. ഹോ 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 എന്റെ അത്തിപ്പറ അമ്മച്ചി, ചില കേന്ദ്രമന്ത്രിമാർ പറയുന്നു കാടിലെത്തത് കൊണ്ടാണ് മഴ പെയ്യത്തതെന്ന്. അപ്പൊ അറബിക്കടലിൽ മഴ പെയ്തതോ? എന്താ ചക്കപ്പൂഞ്ചോ? ഇതാണോടെ ക്രിക്കറ്റ് കളി? ഒരുത്തം ബോളോട് തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാനാണെങ്കിൽ പിന്നെ എന്തിനിടെ പുല്ല് കളിക്കണ് എന്റെ ആറ്റുവൽ അമ്മച്ചി. പിന്നെ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ സാറിന് ഫുള്ള് എനിക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി. ഇത് കണ്ടിട്ട് വിളിച്ചതാണോ? അത് കണ്ടിട്ട് അതിൻ്റെ ഡയറക്ടർ വിളിച്ചാണ്. അന്ന് ജഗദീഷ് ശ്രീകുമാർ സാറിന് അസൗകര്യം ആയതുകൊണ്ട് വക്കീൽ തിരക്കിലാണ് എന്ന സിനിമയ്ക്ക് അത് ജഗദീഷ് ശ്രീകുമാർ സാറിന് ഫുള്ള് എനിക്ക് ഡബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് തിരിച്ചറിയാൻ പറ്റിയിരുന്നു ആർക്കെങ്കിലും ഡബിങ് ആയിരുന്നു എന്ന്? അല്ല, അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ എല്ലായിടത്തും പറയണം നമ്മളാണ് ഇത് ഡബ് ചെയ്തെന്ന് പറയണം. ആ രീതിയിൽ അവർ നന്നായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞു ഈ സ്കൂളിലിപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഈ പാട്ട് പാടുന്നതൊക്കെ കണ്ടിട്ടാണ് ഈ തനിക്ക് എന്തെങ്കിലും വേണമെന്ന് കരുതി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്കൂളിൽ ഇത്തരത്തിൽ ഈ കലാമത്സരങ്ങൾക്കും ഇപ്പോൾ സംസ്ഥാന കലോത്സവമൊക്കെ നടക്കണം, അങ്ങനെയൊക്കെ പങ്കെടുത്തിരുന്നു? ഞാൻ സ്കൂളിലും കോളേജിലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും. ഇതുവരെ ജയിച്ചിട്ടില്ല, പക്ഷെ പങ്കെടുക്കും. പാർട്ടിസിപ്പേഷൻ ഇതുവരെ സ്കൂളിലും കോളേജിലും മത്സരങ്ങളിലും ഒന്നും ഞാൻ ജയിച്ചിട്ടില്ല. അല്ലാതെയുള്ള നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ നമ്മുടെ മത്സരങ്ങളൊക്കെ കേരളോത്സവം അതിനകത്തൊക്കെ പങ്കെടുത്ത് ജയിച്ചിട്ടുണ്ട്. സ്കൂളിലും കോളേജിലും
ഞാൻ എല്ലാത്തിലും അങ്ങ് മത്സരിക്കും, തോറ്റാലും കുഴപ്പമില്ല, പങ്കെടുക്കാൻ വേണ്ടിയാണ്. കൂടുതലുള്ള ഒരുപാട് ആൾക്കാർ കാണാം, അവരുടെയൊക്കെ അനുഭവങ്ങൾ അറിയാൻ പറ്റും, അവരുടെ കഴിവുകൾ കാണാൻ പറ്റും, അതുകൊണ്ട് പങ്കെടുക്കും. ഈ സ്റ്റേജ് ഷോകളിൽ നിന്ന് TV പ്രോഗ്രാമിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ്? ആദ്യം ഏത് പ്രോഗ്രാമിലൂടെയാണ് വരുന്നത്? ഞാൻ ആദ്യം പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു സാറ് ദൂരദർശനിൽ ഈ കുറേ കോളേജിലുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി തുടങ്ങി, കലാലയ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനോജ് ബാലധാര. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെ ഇൻ്റർവ്യൂവിന് എടുക്കുന്നത്. ഒന്ന് കോളേജിൽ നിന്ന് സ്റ്റാറായിരുന്നു, ആർട്സ് കോളേജിൽ മിമിക്രിയൊക്കെ ചെയ്ത്. അന്ന് ആ ഇൻ്റർവ്യൂ എടുത്ത് കണ്ട് സാറിന് എന്നെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഞാൻ മിമിക്രിയും അല്ലാതെ കുറേ പെർഫോമൻസൊക്കെ ചെയ്ത്. അപ്പം അങ്ങനെ സാറിൻ്റെ തന്നെ ദൂരദർശൻ DD4 ഇപ്പോൾ തരികിട എന്ന് പറഞ്ഞ പരിപാടിയുടെ ആദ്യത്തെ വെർഷൻ, പ്രശ്നം ഗുരുതരം ശേഷം കാഴ്ച എന്ന പരിപാടി ഒരു 10-600 എപ്പിസോഡ് ഞാൻ ചെയ്ത് DD4 അവരുടെ കെയർ. അങ്ങനെയാണ് ഞാൻ ചാനലിലോട്ട് വരുന്നത്. അങ്ങനെയാണ് അപ്പം TV മിനിസ്ക്രീനിലോട്ട് വരുന്നത്. അവിടെ നിന്ന് ഈ ബിഗ് സ്ക്രീനിലേക്കുള്ള ഒരു വരവ്, ഈ സിനിമയിലേക്കുള്ള ഒരു വരവ്, അതെങ്ങനെയായിരുന്നു? അത് വലിയ പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്മൈൽ പ്രീസ് എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റി ഷോ ഉണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോമഡി റിയാലിറ്റി ഷോ ആണ്. അതിൽ വിന്നറാവാൻ പറ്റി. അതിൽ വിന്നറായപ്പോൾ എന്നെ ആദ്യമായിട്ട് നമ്മുടെ വിനോദ് ഗുരുവായൂർ സാർ, പ്രൊഡക്ഷൻ കൺട്രോളർ, നമ്മളെ സ്മൈൽ പ്ലീസിൻ്റെ ഡയറക്ടർ ഹരി P നായർ സാറിൻ്റെ കെയർ ഓഫിൽ സുൽത്താൻ എന്ന സിനിമയിൽ ആദ്യമായിട്ട് സ്മൈൽ പ്ലീസിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ ആ കെയർ ഓഫിൽ സുൽത്താൻ എന്ന സിനിമയിൽ വിജയരാജ് സാറിൻ്റെ കൂടെ ഒരു ത്രൂ ഔട്ട് വേഷം. അങ്ങനെയാണ് സിനിമയിലോട്ട് വരുന്നത് ആദ്യമായിട്ട്. അങ്ങനെ നിരവധി സിനിമകൾ ചെയ്തു. ഇപ്പോൾ ക്രിസ്റ്റീന എന്നുള്ള ഒരു സിനിമയിലോട്ട് എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ക്രിസ്റ്റീന, അതിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര രസമാണ്. കാരണം നമ്മുടെ ഡയറക്ടർ സുദർശനൻ സാറ്, അദ്ദേഹം വളരെ സഹൃദയനും മിമിക്രിക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ നല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരുപാട് ചാനലൊക്കെ ഉണ്ട് അതിൻ്റെ വൈഫ്, നല്ല ക്യാരക്ടറും നല്ല ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ സാറ് PT ആയിരുന്നു സ്കൂളിൻ്റെ, പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് റസലപുര സ്കൂളിൻ്റെ. അപ്പോൾ എന്നെ അങ്ങനെ ഒരു ഫംഗ്ഷന് സാർ എന്നെ പരിപാടിക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് അടിപൊളിയായിട്ട് സ്കൂളിൽ ഫംഗ്ഷനൊക്കെ ചെയ്ത് ഭയങ്കര ഗംഭീരമായി കൊടുത്തു. അപ്പോൾ അന്ന് ആ സാറും സാറിൻ്റെ ടീമും ചേർന്ന് അന്ന് വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ ലൊക്കേഷനിൽ കാണാൻ വേണ്ടി ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചെന്ന് ഞാൻ അറിഞ്ഞില്ല അത് ഫീൽഡായിരുന്നു. അപ്പം ഞാൻ ചെന്ന് ആ ഫീൽഡിനകത്തോട്ട് കയറിയിരുന്നു. അപ്പോൾ ഉടനെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഫീൽഡിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഫീൽഡിൽ വരാൻ പറഞ്ഞ പാടെ എനിക്കറിയാവും, വന്ന് പറഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാറിന് കുറച്ചുകൂടി, അപ്പോഴാണ് സുഹൃത്ത് സാറിനെ കാണുന്നത്. അയ്യോ ശുഭളി ഇത് വന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ ഞാൻ ആ പറഞ്ഞ തമാശയുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ കണ്ടതുകൊണ്ടോന്ന് അറിഞ്ഞുകൂടാ, സാർ പറഞ്ഞു ശിവമുരളി അടുത്തൊരു പടം ഞാൻ ചെയ്യുന്നുണ്ട്, നല്ലൊരു പടമാണ്, അല്ല ത്രൂ ഔട്ടൊരു വേഷം തരും എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ക്രിസ്ത്യനിയിൽ എനിക്ക് വേഷം സാർ തരുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റീന എന്നുള്ളൊരു സിനിമ സെറ്റിലൊരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ത്രൂ ഔട്ടുള്ളൊരു കഥാപാത്രമായൊക്കെ അതിൽ നിൽക്കുമ്പോൾ ആ കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? നല്ല രസമുള്ള നല്ലൊരു സബ്ജക്റ്റാണ്, ചെറിയൊരു സിനിമയാണ്, ചെറിയൊരു സ്റ്റോറിയാണ്. പക്ഷേ അത് വളരെ മനോഹരമായിട്ട്, ഞാൻ പ്രിവ്യൂ ഒക്കെ കണ്ട് വളരെ മനോഹരമായിട്ട് സാർ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മിമിക്രി താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ല ജാസി ഗിഫ്റ്റിൻ, നജീം അർഷാദൊക്കെ പാടിയ പാട്ട്, ഗംഭീര പാട്ടുകളുണ്ട്. ഒരു കള്ളുശേപ്പ പാട്ട് സീനിൽ സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ശിവമുരളി നമുക്ക് കുറേ ആർട്ടിസ്റ്റുകൾക്ക് ഇതിനകത്ത് ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു 10-40ഓളം മിമിക്രി സജീവമായിട്ട് നിൽക്കുന്ന മിമിക്രി കലാകാരന്മാരെ ആ പാട്ടിലൊക്കെ ഉൾപ്പെടുത്തി നല്ല പാട്ടൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ഷോകളിൽ നിന്ന് അങ്ങനെ സിനിമയിലോട്ട് എത്തി, ഇപ്പോൾ അവസാനത്തെ ക്രിസ്റ്റീന എന്നുള്ള സിനിമയിലേക്കൊക്കെ എത്തി നിൽക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നിന്നുള്ള ഇപ്പോഴത്തേക്കുള്ളൊരു മാറ്റങ്ങൾ, ജീവിതത്തിലൊക്കെ വന്നിട്ടൊരു മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, നമ്മൾ ശരിക്കും അത് ഓരോ പടിപടിയായിട്ട് കയറി, നമ്മുടെ ഇപ്പോൾ ഏതൊരു കലാകാരനായാലും ഗാനമേളായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, മിമിക്സ് ആയിക്കോട്ടെ, ആരുടെ എല്ലാവരുടെ നമ്മുടെയൊക്കെ അവസാന ആഗ്രഹം സിനിമയാണ്. അപ്പോൾ സിനിമയിൽ എത്തിപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ ഒരു പാട്. പിന്നെ വളരെ വലിയ ബഹുമുഖ പ്രതിഭകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ എത്തുകയല്ല കാര്യം, പിടിച്ചു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദൈവം സഹായിച്ച് ക്രിസ്റ്റീനയ്ക്ക് പുറകെ ഒരു 3-4 പടം ചെയ്തു. അതെല്ലാം ഇപ്പോൾ അടുത്തടുത്ത് തന്നെ റിലീസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഘട്ടം കഴിയുന്നതോറും നമ്മൾ കുറച്ചുകൂടി മെച്ചുറായിട്ട് വരും. പുതിയ കൂട്ടുകാർ, പുതിയ ടീമുകൾ. ഇപ്പം എന്തായാലും അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ സിനിമ സെറ്റിലെ പോലെ അല്ലല്ലോ, ഈ ലൈവായിട്ട് നമ്മൾ ഷോയൊക്കെ ചെയ്യുമ്പോൾ, സ്റ്റേജ് ഷോയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് പ്രതികരണം കിട്ടുമല്ലേ? ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് അഭിനയിച്ചൊക്കെ പിന്നീടാണല്ലോ സീറ്റിലെത്തിയിട്ടാണല്ലോ വരുന്നത്. അപ്പം ഇങ്ങനെ ഈ സ്റ്റേജ് ഷോകളിൽ ചെയ്തിട്ടുള്ള ഈ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും പറയുക? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവമുണ്ട്. നമ്മൾ ട്രൂപ്പിൽ തന്നെ 10-25 വർഷത്തിൽ കൂടുതലായി പ്രൊഫഷണൽ മിമിക്രി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും ടീമിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല. എന്നാലും ഓർക്കാൻ പറ്റുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്,
നമ്മൾ ഈ സ്ഥിരം ഈ ട്രൂപ്പിൻ്റെ പരിപാടി പോകുമ്പോഴത്തേക്കും ഈ ഇന്ന് വലിയ സെക്കൻഡ് പരിപാടി തേർഡ് പരിപാടി ഒന്നുമില്ല, ഒറ്റ പരിപാടി ഉള്ളൂ. മാത്രമല്ല ഇപ്പോൾ 10 മണി വരെയല്ലേ സമയം അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൊതുവെ മിമിക്രിയും പരിപാടികളൊക്കെ വളരെ പൊതുവെ കുറവാണ്. അന്നൊക്കെ ഒരു സമയത്ത് പരിപാടി ചെയ്യുന്നത് ഒരു ദിവസം 2-3 പരിപാടിയാണ്. 7 മണിക്ക്, അടുത്ത 9:30, അത് കഴിഞ്ഞ് 1:30. അപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ അടുത്ത് ചിലപ്പം അടുത്ത് കൊല്ലത്തായിരിക്കും പരിപാടി, അവിടെ നിന്ന് അടുത്ത് പത്തനംതിട്ടയ്ക്ക്. അപ്പം ഒരു 1-1.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ പരിപാടിയും ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് സ്ഥലം ചില രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ദൂരോട്ടുള്ള റബ്ബർ എസ്റ്റേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പം ഈ ആൾക്കാരെ കാണത്തില്ല, ചോദിക്കാനായിട്ട് ആൾക്കാരെ കാണത്തില്ല. അങ്ങനെ പോയിട്ട് വഴിതെറ്റി വിട്ടും താമസിച്ച് ചെയ്യുന്നതും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പെട്ടെന്ന് രസകരമായിട്ടുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഇതിനിടയ്ക്ക് ഓർക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥിര വരുമാനം അല്ലല്ലോ ഇത്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ഥിര വരുമാനമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ? അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ഓക്കെ, നിനക്കിത് പറ്റും എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ സഹായിച്ചിട്ടുള്ളത് ആരാണ്? അങ്ങനെ സത്യം പറഞ്ഞ ആരുമില്ല. എൻ്റെ സ്വയം കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കാരണം ഒരുപാട് സിനിമാ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് കൂടെ പഠിച്ചവർ, കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. ആരും എന്നെ ഇതുവരെ വാ ഒരു വേഷം തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് സ്മൈലി പ്ലേസിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഹരിപ്പി നായർ സാർ എന്നെ സിനിമയ്ക്കകത്ത് വിട്ടതല്ലാതെ സിനിമയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ വേറെ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടോ എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ചിലപ്പോൾ അവരുടെ തിരക്ക് കൊണ്ടായിരിക്കാം, ഞാൻ എൻ്റെ ഒരു വിഷമമാണ് പറയണത്. ചിലപ്പോൾ ഇനി ശ്രദ്ധിക്കുമായിരിക്കും, ഇതുവരെ എന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഓരോരോ വർക്ക് ചെയ്ത് ഇതത് കണ്ടാണ് എന്നെ ഓരോരുത്തർ ഓരോ വർക്കിനെ വിളിച്ച് ഇവിടെ വരെ എത്തിയത്. ഇതുവരെയായിട്ട് ഈ കോമഡി കഥാപാത്രങ്ങളല്ലേ ചെയ്തിട്ടുള്ളത് കൂടുതലും? കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് 6 ആണുങ്ങളെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ സംവിധായക സാമ്രാജ് സംവിധാനം ചെയ്ത 6 ആണുങ്ങൾ. ഇപ്പോൾ 6 നായകന്മാരാണ്, അതിൽ ഒരു നായകനായിട്ട് ഒരു പടം ചെയ്തു. ഒരു കൊമേഴ്സ്യൽ ടൈപ്പ് പടമാണ് അത്, പക്കാ സീരിയസ് പടമാണ്. ആണുങ്ങളുടെ പ്രശ്നം പറയുന്ന ഒരു സീരിയസ് പടമാണ്. ഞാൻ കോമഡി പരിപാടിക്ക് ചാനലിലും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കോമഡിക്കാളും സീരിയസ് കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. പക്ക സീരിയസ് കഥാപാത്രങ്ങൾ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അല്ല, എഴുതുന്നത് നമ്മളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ല വേറെ ആരും ഈ തരത്തില്ല. ഇപ്പോൾ സ്കിറ്റുകളൊക്കെ നമ്മൾ ചാനൽ പരിപാടിക്കൊക്കെ സ്കിറ്റുകളൊക്കെ നമ്മൾ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയ എപ്പോഴും കോമഡിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സ്കിറ്റിനകത്തൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാം, ഒരു സെൻറ്റി ക്യാരക്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു പ്രത്യേകം കോമഡി ഇല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്കിറ്റുകൾ മാറ്റി എഴുതി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഈ സ്കിറ്റ് അഭിനയിച്ചു, അതുപോലെ തന്നെ നടനായിട്ട് വന്നു, ഈ തിരക്കഥയിലോട്ടുള്ളൊരു വരവ് അങ്ങനെയാണ് ആ ഒരു തിരക്കഥ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലോട്ട് എത്തുന്നത്? നമ്മൾ പിന്നെ മിമിക്രിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പിന്നെ മനസ്സിലായല്ലോ, എന്തായാലും നമുക്ക് കുറേ അറിവുകളും വായനയൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ BA മലയാളമാണ്, അപ്പോൾ നല്ല എൻ്റെ പ്രൊഫസർ അലിയർ സാറായിരുന്നു. അപ്പോൾ നല്ല സപ്പോർട്ടാണ് എന്നെ പഠിപ്പിക്കാനും എന്നെ മോട്ടിവേഷൻ ചെയ്യാനൊക്കെ സാറ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കോളേജിൽ വെച്ച്. അപ്പോൾ സാറിൻ്റെ പ്രേരണ കൊണ്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ എനിക്ക് ഇന്നെ സജസ്റ്റ് ചെയ്യുമായിരുന്നു, ഇന്ന പുസ്തകം വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് വായനാശീലം ഞാൻ അപ്പോഴേ ഉണ്ടാക്കിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ എഴുതാനുള്ള പ്രേരണ കിട്ടിയത് ഈ വായനയിലൂടെയാണ്. വായന ഉണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. പത്രവായനയും പുസ്തകങ്ങളും വലിയ വലിയ ആൾക്കാരൊക്കെ എഴുതി പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഓരോ ചിന്തകളും നമുക്ക് ചിന്തിച്ചൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ കോമഡി പരിപാടികളൊക്കെ എഴുതി തുടങ്ങിയത്. ആ സമയത്ത് തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസുകൾ, ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ബെന്നി പി തോമസ് സാറ്, മൈലാഞ്ചി മുഞ്ചുള്ള വീട് സിനിമ എടുത്ത ഡയറക്ടർ, ആ സാറ് എന്നെ പുതിയൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി വിളിക്കുകയും സാലി എടപ്പള്ളി എന്ന് പറഞ്ഞ ക്യാമറമാൻ സാറിൻ്റെ കെയർ ഓഫിൽ എന്നെ വിളിച്ചു. അവിടെ ചെന്നു, ഒരു കഥ പറഞ്ഞ് കേൾപ്പിച്ചു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സാറുമായിട്ട് ഒരുമിച്ചാണ് എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ മാർട്ടിൻ എന്ന സിനിമ തിരക്കഥ എഴുതി. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കെല്ലാം കഴിഞ്ഞു, ഉടനെ അതും റിലീസിന് വരും. അപ്പോൾ ഈ അഭിനയമാണോ, ഈ സ്റ്റേജ് ഷോകളാണോ, അതോ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിലാണോ മുന്നോട്ട് പോകാൻ താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഏതാണ്? നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ ഒരു കലാകാരനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വരുന്നത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. എന്നും ചിലപ്പോൾ അഭിനയിക്കാൻ ചാൻസ് കിട്ടണമെന്നില്ല. ആ സമയത്ത് എഴുത്ത് നടക്കുമായിരിക്കും, അതല്ലെങ്കിൽ മിമിക്രി. അപ്പോൾ എന്നാലും നമ്മുടെ തട്ടകം വന്നത് മിമിക്രി ആയതുകൊണ്ട് ഒരിക്കലും മിമിക്രിയെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്നും പരിപാടിയുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിനാണ് നമ്മൾ ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത്. സജീവമായിട്ട് സിനിമയൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ സ്വല്പം ഒന്ന് മിമിക്രിക്ക് ബ്രേക്ക് കൊടുക്കും. എന്ന സമയം കിട്ടുമ്പം മിമിക്രി പരിപാടിക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ്. അതെ, അപ്പോൾ ഈ നമ്മൾ എല്ലാവരെയും ചിരിപ്പിക്കുന്നതാണ്. ഈ ചിരിക്ക് അപ്പുറത്തേക്കുള്ള ഈ മിമിക്രി ജീവിതത്തിനേക്ക് അപ്പുറത്തേക്കുള്ള സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. സഹോദരിയുണ്ട്, സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ട്.
അങ്ങനെ പോകുന്നു മിമിക്രിയൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഈ 2-3 സിനിമകൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സിനിമകളെ കുറിച്ച് പറയുന്നു. വരാനിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് സാറിൻ്റെ ക്രിസ്റ്റീന, അത് നല്ലൊരു പടമായിരിക്കും. ചെറിയൊരു സിനിമയാണ് അത്. ശരിക്കും അത് ഒരുപാട് താരങ്ങൾ അതിനകത്തുണ്ട്. നമ്മളെ സുധീർ കരമന ചേട്ടൻ, ഗോപകുമാർ ഏട്ടൻ, സീമാജി നായർ, പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കോഴിക്കോട് സുനീഷ് കെ ജാനാണ് അതിനകത്ത് നായകനായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ ഗംഭീരമായിട്ടാണ് സാറ് സിനിമ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പടത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മുടെ മറ്റേ കോബ്ര രാജേഷുണ്ട്, മനോജ് വഴിപ്പടി, നമ്മളെ കോമഡിയിലൊക്കെ ഉള്ള മായ, അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ ഇതിനകത്തുണ്ട്. അതെന്തായാലും ഗംഭീര പടമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കമ്പം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ ഈ 6 ആണുങ്ങൾ, പിന്നെ റിഫ്ലക്ഷൻ ഓഫ് ശാന്തി, പിന്നെ ഒരു തമിഴ് പടം ചെയ്തു. അതിലത്തൊരു നേറ്റീവ് ക്യാരക്ടർ ചെയ്തു വില്ലനായിട്ട്. അത് സിനിമയുടെ പേര് മുരടൻ. അതും ഇപ്പോൾ ഉടനെ ഇറങ്ങും. പിന്നെ ഒരു ക്ലാസിക് മൂവി കഥകളിയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് പ്യൂപ്പ ബോയ് എന്ന് പറഞ്ഞിട്ടൊരു പടവും ചെയ്തു. ഇതിലൊക്കത്തിലും ഈ കോമഡി കഥാപാത്രങ്ങളാണോ അതോ നേരത്തെ പറഞ്ഞു ഈ 6 ആൺമക്കൾ എന്ന് പറഞ്ഞു ആണുങ്ങൾ പോയിട്ട് ബാക്കി എല്ലാ സിനിമയിലും കോമഡി ക്യാരക്ടറാണ്. കോമഡി ക്യാരക്ടർ കോമഡി ടച്ചുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം ഈ അല്ലാണ്ട് ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ്, നേരത്തെ പറഞ്ഞു ഏതാണെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു, എന്നാൽ പോലും കൂടുതലായി താല്പര്യമുള്ളത് ഏതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനാണ്? നമുക്ക് താല്പര്യം അഭിനയമാണ്, നമ്മുടെ ഉള്ളിൽ അതാണല്ല. അപ്പോൾ അഭിനയമാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പിന്നെ എനിക്ക് എപ്പോഴും ഈ കോമഡി എണ്ണക്കാട്ടി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇഷ്ടം. ഗുണ്ടയായിട്ടോ അല്ലെങ്കിൽ വില്ലനായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനാണ് താല്പര്യം, ഇഷ്ടമൊക്കെ. ഇനി അങ്ങോട്ട് ആരെങ്കിലും വിളിക്കട്ടെ, തീർച്ചയായിട്ടും വിളിക്കും. അതങ്ങനെ വന്നാൽ ഗംഭീരമായിട്ട് ചെയ്യും. ഗുണ്ടയായിട്ട് ഇതിന് മുൻപ് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. കോമഡി ഗുണ്ടയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടില്ല. ഒരു ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. ഒരു സിനിമയിൽ ത്രൂ ഔട്ട് വില്ലനൊക്കെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നവർ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതലായിട്ടൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള, അതിപ്പോൾ ഈ സ്കിറ്റുകൾ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്നവരിൽ നിന്നും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മറക്കാനാകാത്തൊരു അപ്രിസിയേഷൻ അങ്ങനെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് നമ്മൾ കോമഡി ചെയ്ത വേറൊരു ഐറ്റം ഉണ്ട്. അത് നമ്മൾ ഈ സൗണ്ട്സുകാരൻ്റെ ഒരു സ്കിറ്റ്. അപ്പോൾ നമ്മളതൊരു സീരിയലിൻ്റെ വർക്കിന് പോയാലും സിനിമയുടെ ലൊക്കേഷനിൽ പോയാലും എല്ലാവരും വന്ന് ഫസ്റ്റ് ആ സ്കിറ്റ് പറയും. വൈറലായ ഒരു സ്കിറ്റ്, ഒരു സൗണ്ട്സുകാരൻ്റെ ഒരു സ്കിറ്റ്. ഏതാടി നിൻ്റെ കാവെന്ന് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സംസാരം പറയും, ഞാനെന്ന് പറയും. എന്നിട്ട് എത്ര വർഷമാണ് തുടങ്ങി നോക്കിയപ്പോൾ പുള്ളി പറയും 5 വർഷമായെന്ന് പറയും, കടയെ നോക്കിയിട്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഭാര്യയെക്കുറിച്ച് എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി കടയെ നോക്കിയിട്ട് പറയും വാടക കൊടുക്കണം, പൈസ ഉണ്ടാക്കണം. അപ്പം ഞാനൊരു അടി അടിക്കുന്നൊരു സീൻ, അതൊരു വൈറലേ ആ ഒരു സ്കിറ്റ്. അപ്പോൾ നമ്മളത് എവിടെ ചെന്നാലും, ഇപ്പോൾ ഓഡിയൻസ് ആയിരുന്നാലും ഉത്സവപ്പറമ്പായിരുന്നാലും ലൊക്കേഷനായിരുന്നാലും വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരുന്നാലും നമ്മളെ വന്നാൽ തിരിച്ചറിഞ്ഞ് അത് കണ്ടു, ഭയങ്കര രസമുണ്ട്, ഭയങ്കര ചിരിയാണെന്ന് ഇപ്പോൾ ഇന്നലെയും കണ്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. അങ്ങനെ അപ്രിഷ്യേഷൻ കിട്ടിയ സ്കിറ്റുകളുണ്ട്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ലൈവായിട്ട് ഈ സ്റ്റേജ് ഷോകളൊക്കെ ചെയ്യുമ്പോൾ വന്നിട്ടുള്ളൊരു തിരിച്ചടി എന്താണ്? നേരത്തെ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഓടി എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ ഈ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളൊരു പാളിച്ചയോ അത് പിന്നെ രസകരമായിട്ടുള്ളതായിട്ടുള്ള? അല്ല, ടെക്നിക്കൽ സൈഡിൽ നിന്നല്ല. അത് നമ്മളെ കോട്ടൻ നസീർക്ക എൻ്റെ മിമിക്രി ജീവിതത്തിൽ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. കോട്ടൻ നസീർക്ക, രമേശ് പിഷാരുടെ ചേട്ടൻ, നർബൻ ചേട്ടനൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്, ചാനലിലും അല്ലാതെ പുറത്തൊക്കെ. പണ്ട് നമ്മൾ മിമിക്സൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് നസീർക്കയുടെ പരിപാടി സ്റ്റേജിൽ വന്ന് കണ്ടിട്ട് പുള്ളിയുടെ പരിപാടി മൊത്തം എഴുതിയെടുത്തുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സെയിം സ്റ്റേജിൽ നസീർക്കയ്ക്ക് പരിപാടി വന്നിട്ട് നസീർക്കയ്ക്ക് അടുത്ത് പിന്നെ ആ സ്റ്റേജിൽ വന്നപ്പോൾ ഇക്കടായിട്ട് തന്നെ നമ്മൾ കളിച്ചു. നമ്മൾ കൊച്ച പിള്ളേരല്ലേ, പുള്ളി അത്രയും സീനിയർ ആർട്ടിസ്റ്റാണ്. അങ്ങനെ കമ്മിറ്റിക്കാരൊക്കെ വിഷയമായി. അപ്പം അന്ന് നസീർക്ക് വന്ന് വഴക്കൊന്നും പറഞ്ഞില്ല, പറഞ്ഞു മിമിക്രിയിൽ ഒരാൾ ചെയ്ത ഐറ്റം എടുത്തുകൊണ്ട് പോയി ചെയ്യരുത്, എന്തെങ്കിലും ചിലപ്പോൾ തിരിച്ച് പണി കിട്ടും, സ്വന്തമായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ അല്ലാതെ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് എനിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇതുപോലൊരു സെയിം ഒരു സ്റ്റേജിൽ നമ്മൾ പരിപാടിക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരൈറ്റം അല്ല, ഫുൾ ഐറ്റം വേറെ ടീം വന്ന് കളിച്ചിട്ട് അങ്ങ് പോയി. നമുക്ക് സെക്കൻഡ് പ്രോഗ്രാമായിരുന്നു ഇത്. തൊട്ട് മുമ്പ് അതെ, സെയിം സാധനം. പിന്നെ നമ്മൾ കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് മാറ്റി വേറെ പുതിയ സ്കിറ്റ് സെറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മാറ്റുമ്പോഴത്തേക്കും ഈ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള? ഉണ്ടാവും. നമ്മൾ പറഞ്ഞാൽ കാരണം നമ്മൾ മിമിക്രിക്കാരുടെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്കിറ്റുകൾ ഒരുപാട് കയ്യിലുണ്ട്, സ്റ്റോക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ഒരു പറമ്പിൽ ചെയ്യുന്നത് മാക്സിമം ഒരു 3 സ്കിറ്റായിരിക്കും ലൈവ്.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ സ്കിറ്റ് മാറ്റി നേരത്തെ കളിച്ചുകൊണ്ടിരുന്നു ഇങ്ങോട്ട് മാറ്റി ക്ലൈമാക്സ് അങ്ങോട്ടൊക്കെ ഇട്ട് പെട്ടെന്നൊരു സ്കിറ്റ് തട്ടിയെടുക്കും. പിന്നെ കൂടെ നിൽക്കുന്നവരൊക്കെ നല്ല ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഒറ്റ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്തോളും. അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ആ മുൻപാടല്ലോ ഈ മിമിക്രി എന്ന് പറഞ്ഞ മിമിക്രി മാത്രമായിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ എനിക്കൊന്ന് കൂടുതൽ മെഗാ ഷോ ആയിരിക്കും. കാരണം ഈ മിമിക്രിയുടെ ഇടയിൽ കൂടെ തന്നെ പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും. അതാണോ ഇഷ്ടം, അതോ ഈ ത്രൂ ഔട്ട് ഒരു മിമിക്രി ആയിട്ട് പോകുന്ന പഴയ കാലത്തുള്ള ഒരു സ്റ്റേജ് ഷോ അതാണോ താല്പര്യം? അല്ല, നമുക്ക് ഏതൊരു കലാരൂപമായിരുന്നാലും പുതിയൊരു കലാരൂപം തുടങ്ങുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അത് കുറേ കാണുമ്പോൾ നമുക്കൊരു അരോചകം തോന്നും. അത് കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതല്ല. മിമിക്രി തുടക്കകാലത്ത് മിമിക്രി മാത്രമോടെ കാണാറുന്ന ആൾക്കാർക്ക് ആഗ്രഹം. കാലം മാറുന്നതനുസരിച്ചിട്ട് ആ കുറച്ച് മിമിക്രി, കുറച്ച് പാട്ട്, ഒരു വൻമാഷോ, അതിനുശേഷം 2 ഫിഗർ എന്നൊക്കെ അങ്ങനെയുള്ള ഈ കുറച്ച് മാറ്റങ്ങൾ വരുമ്പോഴേ ആൾക്കാരുടെ ആസ്വാദനത്തിനും അവരുടെ സ്വഭാവം മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു മിമിക്രി എന്ന് പറയുമ്പോൾ മിമിക്രി, സ്കിറ്റ്, ഡാൻസ്, പാട്ട്, ഒരു മാജിക്ക്, ഒരു വെറൈറ്റി പെർഫോമൻസ് അങ്ങനെ വരുമ്പോഴേ രസമുള്ളൂ കാണാനായിട്ട്. അതെ, അപ്പോൾ ആൾക്കാർക്ക് എല്ലാം ആസ്വദിക്കാം. അതെല്ലാം ഒരുമിച്ച് ഒറ്റ ഷോയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ നിലവിൽ ഈ സ്റ്റേജ് ഷോകളിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാം. ഇപ്പം നിലവിൽ നമ്മുടെ പ്രശാന്ത് തറമ്മൽ എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള എൻ്റെ സുഹൃത്ത്, അദ്ദേഹം പാടി വൈറലായ ഒരു പാട്ട് ഞാൻ ഇപ്പോൾ സ്റ്റേജിൽ പാടുന്നുണ്ട്. നല്ല ഐഡിയയാണ്. അത് ബംഗാളികളുടെ ഒരു പാടിയ ഗാനമാണ്, ബംഗാളികളെ കുറിച്ചുള്ള പാടിയ ഗാനമാണ്. കാരണം ഈ ബംഗാളികൾ കേരളത്തിൽ കൂടാൻ കാരണം നമ്മൾ മലയാളികൾ തന്നെ എന്ന് കാണിക്കുന്ന ഒരു പാടിപ്പാട്ട്. അവർ 3-4 പേര് പാടാം. എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിന് ബംഗാളി, എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിന് ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പിൽ ബംഗാളി, പപ്പട്ടിക്കടയിൽ ബംഗാളി, പെട്രോൾ പമ്പിൽ ബംഗാളി, പപ്പട്ടിക്കടയിൽ ബംഗാളി, തട്ടുകടയിൽ ബംഗാളി, പുട്ടുകടയിൽ ബംഗാളി, തട്ടുകടയിൽ ബംഗാളി, പുട്ടുകടയിൽ ബംഗാളി. ഹാർബറിലുണ്ടല്ലോ ബംഗാളി ഇന്ന് ബാർബറിലേറെയും ബംഗാളി, ഹാർബറിലുണ്ടല്ലോ ബംഗാളി ഇന്ന് ബാർബറിലേറെയും ബംഗാളി, തെങ്ങുമ്മ കയറുന്ന ബംഗാളി ഇവിടെ തെണ്ടി നടക്കണം മലയാളി, തെങ്ങുമ്മ കയറുന്ന ബംഗാളി ഇവിടെ തെണ്ടി നടക്കണം മലയാളി. അങ്ങനെയുള്ള ഒരു ബംഗാളിയെ കുറിച്ചൊരു പാട്ട് ഇത് കേട്ടപ്പോഴാണ്. കലാഭവൻ മണിയുടെ പാട്ടുകളും അതുപോലെ മനോഹരമായിട്ട് തന്നെ പാടാറില്ലേ? അതിന്റെ രണ്ടുപേരും കൂടെ പാട്ട് മണിച്ചാട്ട്. ഞാൻ മിമിക്രി തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊന്നും അടിസ്ഥാനം ABCD പോലും അറിഞ്ഞുകൂടാ. മിമിക്രി ആയതുകൊണ്ട് എല്ലാം കേട്ടും ഒക്കെ ഇരുന്നാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഗതി എന്ന് വെച്ചൊക്കെയാണ് കേട്ട് പഠിച്ച് സ്റ്റൈലിൽ പാടുന്നത്. അപ്പോൾ നമ്മളൊരു മിമിക്രിക്കാരനായതുകൊണ്ട് സ്റ്റൈലിൽ വെള്ളി അടിച്ചാലോ തെറ്റില്ലെന്ന് ആരൊന്നും പറയാറില്ല. അപ്പോൾ ഞാനിപ്പോൾ മിമിക്രി തുടങ്ങിയ സമയത്ത് മണിച്ചേട്ടൻ്റെ പാട്ടിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെ മിമിക്സ് ഗാനമേളയൊക്കെ ഉണ്ട്. മീൻസ് ബാണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വായിച്ചിട്ട് പാടുന്നത്. അങ്ങനെ ഒരു 8-9 കൊല്ലം മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റേജിൽ പാടുമായിരുന്നു. അപ്പോൾ എന്തായാലും 2 വരി മണിച്ചേട്ടൻ്റെ പാട്ട് പാടാം. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്നൊരൊട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി, 100ൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ട മോടിയിടുമ്പോൾ കിക്കർ പാലിച്ചെൻ്റെ കയ്യിൽ നടുവും നടത്തിയൊരൊട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്നൊരൊട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി, 100ൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ട മൂടിയിടുമ്പോൾ കിക്കർ പാലിച്ചെൻ്റെ കയ്യിൽ നടുവും നടത്തിയൊരൊട്ട വണ്ടി. എന്തായാലും വളരെയധികം നന്ദി. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എന്തായാലും വരട്ടെ ലൈഫിലോട്ട്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വേഷങ്ങൾ സിനിമയിലായി. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് മിമിക്രിയിൽ മാത്രമല്ല നാടകത്തിലും അല്ലാതെയുള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ, സ്റ്റേജ് കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. ശരിക്കും അവരെയൊക്കെ മലയാള സിനിമ തിരിച്ചറിഞ്ഞ് അവരെ എല്ലാവരെയും എന്നെ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം. അതൊക്കെ പുറത്തിരുന്ന് കാണുന്ന നമ്മളൊക്കെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ചുള്ള സ്കിറ്റുകളാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു സംവിധായകനോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന കേട്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിക്കണം എന്ന് കണക്കാക്കി നമ്മൾ ഓരോ സ്കിറ്റിലും ഈ മീശ പോലും വയ്ക്കാത്തത് കൊണ്ടാണ് പല പല വേഷങ്ങളാണ് ചെയ്യുന്നത്. അമ്മച്ചായിട്ട് വരും, അമ്മുമ്മയായിട്ട് വരും, ചിലപ്പോൾ അങ്ങനെ ഗുണ്ടയായിട്ട് വരും. അപ്പോൾ നാളെ ചെന്നൊരു ഷൂട്ടിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഗുണ്ടയായിരിക്കും, അപ്പോൾ തന്നെ മീശ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പൂർണ്ണമായിട്ട് അതങ്ങ് ഒഴിവാക്കി ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഇത്തരം കലാകാരന്മാർ തീർച്ചയായിട്ടും ഉയർന്നു വരേണ്ടത് തന്നെയാണ്. മലയാള സിനിമയിൽ ഇനിയും നിരവധിയായിട്ടുള്ള വേഷങ്ങൾ കിട്ടട്ടെ. ഈ പറഞ്ഞതുപോലെ ഗുണ്ടയായിട്ടൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും വളരെയധികം നന്ദി ഈ സിനിമ തട്ടകത്തിന്റെ ഭാഗമായതിന്. താങ്ക് യു വെരി മച്ച്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.